നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. കൺസോളിഡേഷൻ മോഡിലാണെങ്കിലും 24,800 മറികടക്കാനും തുടർച്ചയായ 2 ആഴ്ചത്തെ നേട്ടം നിലനിർത്താനും പോയ വാരത്തിൽ വിപണിക്ക് കഴിഞ്ഞു. ആഴ്ചയിലെ അവസാന ദിനം ഇന്ത്യയുടെ ബെഞ്ച്മാർക്ക് സൂചികകൾ ഫ്ളാറ്റായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പ്രതിവാരത്തിൽ 1.15% നേട്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 0.82%. 3.3% നേട്ടം നൽകിയ മെറ്റൽ സൂചികയാണ് സെക്ടറൽ സൂചികകളിൽ മികച്ച പ്രകടനം നടത്തിയത്. 2.5% നേട്ടം നൽകിയ PSU ബാങ്ക് സൂചികയും 1.5% നേട്ടം നൽകിയ ഫാർമ FMCG സൂചികകളും മുന്നിട്ട് നിന്നു. 2.91% ഇടിഞ്ഞ റിയൽറ്റി മേഖലയാണ് സൂചികകളിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത്. ബ്രോഡർ മാർക്കറ്റിലും നേട്ടം പ്രകടമായിരുന്നു. BSE മിഡ് ക്യാപ്പ് 1.96% മുന്നേറിയപ്പോൾ സ്മോൾ ക്യാപ്പ് സൂചിക 3.39% കുതിച്ചു. പണപ്പെരുപ്പം കുറഞ്ഞതോടെ സെപ്റ്റംബറോടുകൂടി തന്നെ റേറ്റ് കട്ട് നയം സ്വീകരിക്കുമെന്ന് വെള്ളിയാഴ്ച ഫെഡ് ചെയർമാൻ ജെറോം പവൽ ജാക്സൺ ഹോൾ എക്കണോമിക് സിംബോസിയത്തിൽ വ്യക്തമാക്കി. ഇതിനു പിന്നാലെ സൂചികകൾ കുതിച്ചു. ഒപ്പം FOMC മീറ്റിംഗ് മിനിറ്റ്സ്, ജോബ്ലെസ് ക്ലെയിം ഡാറ്റകൾ നിർണായകമായി. ഇതോടെ പ്രതിവാരാടിസ്ഥാനത്തിലും സൂചികകൾ നേട്ടം രേഖപ്പെടുത്തി. ഡൗ ജോൺസ് 1.27%, നാസ്ഡാക്ക് കോമ്പോസിറ്റ് സൂചിക 1.4%, S&P 500 സൂചിക 1.45% മുന്നേറ്റമാണ് പ്രകടമാക്കിയത്. വരുന്ന വാരത്തിൽ ധാരാളം മാക്രോ ഡാറ്റകളാണ് വരാനിരിക്കുന്നത്. ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച പ്രതിമാസാടിസ്ഥാനത്തിലുള്ള കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് കണക്കുകളാണ് വരുന്നത്. ഡ്യൂറബിൾ ഗുഡ്സ് നിർമ്മിക്കുന്ന മേഖലയിൽ എത്രത്തോളം പുതിയ ഓർഡറുകൾ ലഭിച്ചു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശക്തമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ ഇക്കണോമിയും ഹെൽത്തിയായി തുടരുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ ജൂലൈ 25 വന്ന കണക്കുകൾ പ്രകാരം ജൂണിൽ 6.6% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. തുടർച്ചയായ 4 മാസങ്ങളിലുണ്ടായ മുന്നേറ്റത്തിന് വിപരീതമായ കണക്കുകളാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. നിർമ്മാണ മേഖലയിലെ കമ്പനികളുടെ വളർച്ചയിലുള്ള മന്ദഗതിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും മേഖലയിലെ കമ്പനികളുടെ ഓഹരി വിപണിയിലെ പ്രകടനത്തെയും ഇത് സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ ജൂലൈ മാസത്തിലും ഈ ഇടിവ് തുടരുമോ എന്നത് നിക്ഷേപകർ വിലയിരുത്തും. ഡ്യൂറബിൾ ഗുഡ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് മേഖലയിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ കണക്കുകൾ നിർണായകമാണ്. ഓഗസ്റ്റ് 27 വരുന്ന CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയാണ് മറ്റൊന്ന്. കൺസ്യൂമർ സ്പെൻഡിങ്ങിനെ കുറിച്ച് വ്യക്തമാക്കുന്ന അളവുകോലാണ് കൺസ്യൂമർ കോൺഫിഡൻസ് കണക്കുകൾ. ജൂലൈ മാസത്തിൽ എസ്റ്റിമേറ്റുകളെ മറികടന്നുകൊണ്ട് 100.3 രേഖപ്പെടുത്തിയിരുന്നു. ഉയർന്ന കണക്കുകൾ ഇക്കണോമിയിലെ ഉയർന്ന കൺസ്യൂമർ സ്പെൻഡിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ കൺസ്യൂമർ കോൺഫിഡൻസ് കൂടുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമാണ്. ഈ നില തുടരാനാകുമോ എന്നതാകും വിപണി വിലയിരുത്തുക. തുടർന്ന് ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച നിക്ഷേപകർ ഏറ്റവും അധികം ഉറ്റുനോക്കുക രണ്ടാം പാദ GDP എസ്റ്റിമേറ്റുകളാണ്. ജൂലൈ 25 വന്ന കണക്കുകൾ പ്രകാരം 2.8% GDP ഉയർന്നിരുന്നു. അനുമാനങ്ങളെക്കാളും ഉയർന്ന കണക്കുകളാണ് പുറത്തുവന്നത്. ഈ സ്ഥിതി തുടരുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അനുമാനങ്ങൾക്കൊത്ത കണക്കുകൾ വന്നാൽ അത് വിപണിയെ റാലിയിലേക്ക് നയിച്ചേക്കാം. കൂടാതെ അന്നേ ദിവസം തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് കണക്കുകളും അറിയാം. നിലവിലെ അനുകൂലമായ സാഹചര്യമാണോ എന്നതും വിപണി വിലയിരുത്തും. ഇതിനെല്ലാം പുറമെ ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച വരുന്ന ജൂലൈയിലെ കോർ PCE ഡാറ്റയും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഫെഡ് പലിശ നിരക്ക് തീരുമാനങ്ങൾക്ക് ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഡാറ്റയാണിത്. ഉപഭോക്താക്കളുടെ പർച്ചേസിംഗ് ട്രെൻഡിലേക്കുള്ള മാറ്റങ്ങളെ നിർണ്ണയിക്കുന്നതിന് PCE ഇൻഡെക്സ് സഹായിക്കുന്നു. ഫുഡ്, എനർജി എന്നിവ ഒഴിച്ചുള്ള കോർ PCE ജൂണിൽ 2.6%. PCE ആകട്ടെ 2.5%. ഈ ഡാറ്റ കൂടി വരുന്നതോടെ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കും. ഡാറ്റകൾക്ക് പുറമെ വിവിധ ഇടങ്ങളിലായി വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി ബോസ്റ്റിക് അടക്കമുള്ള FOMC അംഗങ്ങൾ നടത്തുന്ന പ്രസ്താവനകളും നിർണായകമാകും. യൂറോസോണിലേക്ക് വന്നാൽ അനുമാനങ്ങൾക്കൊത്തുള്ള CPI കണക്കുകൾ തന്നെയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത്. ഒപ്പം മികച്ച കോമ്പസൈറ്റ് സർവീസ് PMI ഡാറ്റകളും പുറത്തുവന്നിരുന്നു. തുടർന്ന് വാരാന്ത്യത്തിൽ നേട്ടത്തോടെ അവസാനിച്ച സൂചികകൾ വാരാടിസ്ഥാനത്തിൽ നേട്ടം പ്രകടമാക്കി. ഡാക്സ് സൂചിക 1.7%, CAC 40 സൂചിക 1.71%, FTSE 100 സൂചിക 0.2% നേട്ടം നൽകി. വരുന്ന വാരത്തിൽ ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച ജർമ്മനിയുടെ GDP കണക്കുകൾ അറിയാം. തുടർന്ന് ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച ഓഗസ്റ്റിലെ CPI കണക്കുകളും പുറത്തുവിടും.
രണ്ടാം പാദത്തിന്റെ പകുതിയോടെ രാജ്യത്തിന്റെ GDP -0.1% കുറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കണക്കുകളായതിനാൽ തന്നെ ഈ കുറവ് തുടരുമോ എന്നത് വിപണി വിലയിരുത്തും. ഓഗസ്റ്റിലെ CPI 2.3% റിപ്പോർട്ട് ചെയ്തത്. മാസാടിസ്ഥാനത്തിൽ 0.3% മാറ്റമില്ലാതെ തുടർന്നു. ജർമ്മനിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ച റീറ്റെയിൽ സെയിൽസ് കണക്കുകളാണ് നിർണായകമാവുക. ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ചയാണ് യൂറോസോൺ, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ CPI കണക്കുകൾ അറിയാൻ സാധിക്കുക. ജൂലൈയിൽ യൂറോസോണിലെ CPI 2.9% രേഖപ്പെടുത്തിയത്. CPI കണക്കുകളോടൊപ്പം അന്ന് തന്നെ അൺഎംപ്ലോയ്മെന്റ് കണക്കുകളും റിപ്പോർട്ട് ചെയ്യും. ജൂണിലെ തൊഴിലില്ലായ്മ നേരിയ വർധനവോടെ 6.5% രേഖപ്പെടുത്തിയിരുന്നു. ഈ സ്ഥിതി തുടരുന്നുണ്ടോ എന്നും നിക്ഷേപകർ ഉറ്റുനോക്കും. ഫ്രാൻസിന്റെ CPI കണക്കുകളോടൊപ്പം വെള്ളിയാഴ്ച GDP ഡാറ്റയാണ് പുറത്തുവരുന്നത്. ഫ്രാൻസിന്റെ CPI കണക്കുകൾ പരിശോധിച്ചാൽ 0.2% ഉയർന്നിരുന്നു. ഒന്നാം പാദത്തിൽ ഫ്രാൻസിന്റെ GDP 1.5% ജൂലൈ 30 വന്ന കണക്കുകൾ പ്രകാരം രണ്ടാം പാദത്തിന്റെ പകുതിയോടെ 1.1% ഇതിൽ കുറവ് രേഖപ്പെടുത്തി. ചൈനീസ് സെൻട്രൽ ബാങ്ക് ലോൺ പ്രൈം നിരക്ക് 3.85% നിലനിർത്തിയതും ജപ്പാന്റെ സർവീസ് PMI നേരിയ വളർച്ച രേഖപ്പെടുത്തിയതും ജപ്പാന്റെ അനുമാനങ്ങൾക്കനുസൃതമായ CPI കണക്കുകളുമായിരുന്നു ഏഷ്യൻ വിപണികളെ നയിച്ചത്. അടുത്ത വാരത്തിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 27 വരുന്ന ബാങ്ക് ഓഫ് ജപ്പാന്റെ വാർഷികാടിസ്ഥാനത്തിലുള്ള കോർ CPI കണക്കുകളാണ് പ്രധാനം. പണപ്പെരുപ്പം വർദ്ധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ കൂടുതൽ കർശന നടപടികളിലേക്ക് നീങ്ങിയേക്കാം. ഇത് യെന്നിന്റെ മാർക്കറ്റിനെ സ്വാധീനിക്കാം. ഒപ്പം ഡോളറിന് സമ്മർദ്ദവും ചെലുത്തിയേക്കാം. ചൈനയിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 30 വരുന്ന കോമ്പസൈറ്റ്, മാനുഫാക്ചറിംഗ്, നോൺ മാനുഫാക്ചറിംഗ് PMI കണക്കുകളാണ് പ്രധാനം. 50 മുകളിലേക്കാണ് PMI കണക്കുകൾ എത്തുന്നതെങ്കിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് വിലയിരുത്താം. നിലവിൽ നിർമ്മാണ മേഖലയാണ് സമ്മർദ്ദം നേരിടുന്നത്. കമോഡിറ്റി മാർക്കറ്റിൽ ബ്രന്റ് ക്രൂഡ് തുടർച്ചയായ 3 ദിനങ്ങളിലും ഇടിവ് രേഖപ്പെടുത്തി. വാരാന്ത്യത്തിൽ 1.03% ഇടിവിൽ ബാരലിന് $78.12 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 1.09% ഇടിഞ്ഞ് ബാരലിന് 75.85 എന്ന നിലയിലും അവസാനിച്ചു. ഡിമാൻഡ് ആശങ്കകൾ കാരണം ക്രൂഡ് വില സമ്മർദ്ദത്തിലായിരുന്നെങ്കിലും ആഴ്ചയുടെ അവസാനം ഓയിൽ വില നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു. ഓയിൽ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുന്നതിൽ ഒപ്പക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഓയിൽ വില സമ്മർദ്ദം നേരിട്ടേക്കാം. അതേസമയം US ക്രൂഡ് ഇൻവെന്ററികളിൽ മുന്നേറ്റം ഉണ്ടായിട്ടും ഡിമാൻഡ് ആശങ്ക തുടരുകയാണ്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ WTI സംബന്ധിച്ച് $77.65 റെസിസ്റ്റൻസ് പരിഗണിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ 100-day SMA ആയ $78.45 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഓഗസ്റ്റ് 5 ക്രിയേറ്റ് ചെയ്ത ലോ ലെവലായ $72.02 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. തുടർന്ന് $68 $67.11 പിന്തുണ പരിഗണിക്കാം. ക്രൂഡിനെ സംബന്ധിച്ച് $80 എന്ന സൈക്കോളജിക്കൽ ലെവൽ റെസിസ്റ്റൻസ് കണക്കാക്കാം. തുടർന്ന് $81.5 $82 എന്നീ ലെവലുകളും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. $77.52 റേഞ്ചിൽ ആദ്യ സപ്പോർട്ട് പരിഗണിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $76.98 സപ്പോർട്ടായി കണക്കാക്കാം. ഇനി ആഗോള സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 0.21% നേട്ടത്തോടു കൂടി ട്രോയ് ഔൺസിന് $2512.01 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ഡോളറിന്റെ മൂല്യത്തകർച്ചയും കുറഞ്ഞ US ട്രഷറി ഈൽഡും സെപ്റ്റംബറിൽ ഫെഡ് റേറ്റ് കട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയും സ്വർണ്ണവിലയ്ക്ക് പിന്തുണ നൽകി. ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സർവകാല ഉയരമായ $2531.67 എന്ന ലെവലും തുടർന്ന് $2550 എന്ന ലെവലും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായ $2470 തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ $2450 റേഞ്ചിലും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. മാനുഫാക്ചറിംഗ് PMI ഇടിവും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തി. എങ്കിലും ക്രൂഡ് ഓയിൽ പ്രൈസ് ഇടിവ് ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തു പകർന്നു. പ്രതിവാരത്തിൽ 0.08% നേട്ടത്തോടെ 83.79 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സൈക്കോളജിക്കൽ ലെവലായ 84 രൂപയിൽ പ്രതീക്ഷിക്കാം. തുടർന്ന് 84.24 എന്ന ലെവലും അവിടെ നിന്നുമുള്ള മുന്നേറ്റം 84.5 രൂപയിലും സപ്പോർട്ട് എത്തിയേക്കാം. മറുവശത്ത് 83.77 രൂപ റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. തുടർന്ന്
100-ഡേ മൂവിംഗ് ആവറേജ് ആയ 83.57 രൂപയും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. പോയ വാരത്തിൽ ആഭ്യന്തര വിപണിയിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. FII 1608.89 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ DII 13,020.29 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. RBI മീറ്റിംഗ് മിനിറ്റ്സ് ആയിരുന്നു പോയ വാരത്തിൽ നിക്ഷേപക ശ്രദ്ധയാകർഷിച്ച പ്രധാന ഇന്ത്യൻ മാക്രോ ഡേറ്റ. മിനിറ്റ്സിൽ പണപ്പെരുപ്പം തന്നെയാണ് RBI MPC കമ്മിറ്റിയുടെ കോർ കൺസേൺ എന്ന് അടിവരയിടുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച നേരിയ സമ്മർദ്ദം നേരിടുന്നു എന്നാണ് ഓഗസ്റ്റ് 22 വന്ന PMI കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിർമ്മാണ മേഖലയാണ് ഏറ്റവും അധികം സമ്മർദ്ദം നേരിടുന്നത്. 3 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് ഈ മേഖലയിലെ PMI ഇടിഞ്ഞത്. RBIയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റ് 16 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $4.54 ബില്യൺ ഉയർന്ന് $674.66 ബില്യൺ എത്തി. ഈ ആഴ്ചയിൽ സ്വർണ്ണ കരുതൽ ശേഖരം $865 മില്യൺ വർദ്ധിക്കുകയും സ്പെഷ്യൽ ഡ്രോയിംഗ് റൈറ്റ്സ് $60 മില്യൺ വർദ്ധിക്കുകയും ചെയ്തു. ആഴ്ച അവസാനം എത്തിയ നിക്ഷേപ വായ്പാ ഡാറ്റയിൽ മാർജിനൽ വളർച്ച റിപ്പോർട്ട് ചെയ്തു. അടുത്ത വാരത്തിലേക്ക് വരുമ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർലി GDP കണക്കുകളാണ് പ്രധാനം. ഓഗസ്റ്റ് 30 ആണ് ഡാറ്റ വരുന്നത്. 7.8% GDP അനുമാനം. അന്നേ ദിവസം തന്നെ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകളാണ് മറ്റൊരു പ്രധാന ഡേറ്റ. ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദനത്തിന്റെ 26.68% ഇൻഫ്രാസ്ട്രക്ചർ മേഖലയാണ് സംഭാവന ചെയ്യുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ വളർച്ചയിലേക്കാണ് ഈ ഡാറ്റ വിരൽ ചൂണ്ടുന്നത്. 4% പ്രതീക്ഷിക്കുന്ന വളർച്ച. ഒപ്പം ഇന്ത്യയുടെ ധനക്കമ്മി കണക്കുകളും പ്രസിദ്ധീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകളുടെ വ്യത്യാസമാണ് ധനക്കമ്മി. ധനക്കമ്മി കുറയുന്നത് രാജ്യം കൂടുതൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഓഹരി വിപണികളെ ഉത്തേജിപ്പിച്ചേക്കാം. 2024 സാമ്പത്തിക വർഷത്തിൽ RBIയുടെ റെക്കോർഡ് ഡിവിഡൻഡും ശക്തമായ GDPയും ധനക്കമ്മി കുറയുന്നതിലേക്ക് നയിച്ചിരുന്നു. എന്നാൽ പുതിയ കണക്കുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത നേട്ടം ഒഴിച്ചുള്ള കണക്കുകൾ യഥാർത്ഥ വസ്തുതകളിലേക്ക് നിക്ഷേപകരെ നയിക്കും. ജൂലൈയിലെ ധനക്കമ്മി 1357.12 ബില്യൺ രൂപയായിരുന്നു. ഒപ്പം പതിവ് പോലെ ഫോറക്സ് കണക്കുകളും എത്തും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനായി 2 കമ്പനികളാണ് എത്തുന്നത്. 1995 ഏപ്രിലിൽ സ്ഥാപിതമായ പ്രീമിയർ എനർജീസ് ആണ് ആദ്യ കമ്പനി. സോളാർ സെൽ പാനലുകൾ നിർമ്മിക്കുന്ന കമ്പനി IPOയിലൂടെ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 2830 കോടി രൂപയാണ്. ഇതിനായുള്ള സബ്സ്ക്രിപ്ഷൻ ഓഗസ്റ്റ് 27 ആരംഭിക്കും. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 427 രൂപ മുതൽ 450 രൂപ വരെയാണ്. ഓഗസ്റ്റ് 29 സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുകയും തുടർന്ന് സെപ്റ്റംബർ 3 കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. കൂടാതെ കാർ റെന്റൽ സേവന ദാതാവായ എക്കോ മൊബിലിറ്റിയാണ് മറ്റൊരു കമ്പനി. ഓഗസ്റ്റ് 28 സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്ന കമ്പനിയുടെ പ്രൈസ് ബാൻഡ് 318 മുതൽ 334 രൂപ വരെയാണ്. IPOയിലൂടെ 601 കോടി രൂപ സമാഹരിക്കാൻ പദ്ധതിയിടുന്ന കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക ഓഗസ്റ്റ് 30 അതേസമയം കഴിഞ്ഞ ആഴ്ച IPOയുമായി എത്തിയ ഇന്ററാർക്ക് ബിൽഡിംഗ് 26 ഓറിയന്റ് ടെക്നോളജീസ് 28 ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിക്കും. സൂചികകളുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച 24,845 എന്ന ഹൈ ലെവലിൽ ഓപ്പൺ ചെയ്തെങ്കിലും ഉടനീളം ഒരു കൺസോളിഡേഷനാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഡെയിലി ചാർട്ടിൽ ലോങ് ലോവർ ഷാഡോയുള്ള ഒരു ചെറിയ ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്ത് 0.05% എന്ന നേരിയ നേട്ടത്തോടെയാണ് സൂചിക ക്ലോസ് ചെയ്തത്. നിഫ്റ്റിക്ക് 24,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ബയസ് തുടരുമെന്നും അതേസമയം 24,950, 25,000 എന്ന റേഞ്ചിന് മുകളിൽ നീങ്ങാനുള്ള സാധ്യതയും വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സൂചികയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 24,700, 24,600 എന്ന റേഞ്ച് പരിഗണിക്കാമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. വീക്കിലി ബേസിസിൽ നിഫ്റ്റി തുടർച്ചയായ 2ാം ആഴ്ചയും നേട്ടമാണ് കാഴ്ചവെച്ചത്. ചാർട്ട് നോക്കുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ ഡാറ്റ പ്രകാരമുള്ള 24,860 എന്ന റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചില്ല. എങ്കിലും ഒരു ഹെവി ബൈയിങ് സൂചിപ്പിക്കുന്ന ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്ത് പ്രതിവാരത്തിൽ 1.15% നേട്ടത്തോടെയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. കൂടാതെ സൂചികയുടെ തുടർച്ചയായുള്ള ഹയർ ഹൈ ഹയർ ലോ കാൻഡിൽ ഫോർമേഷനും ഒരു പോസിറ്റീവ് സിഗ്നൽ ആണെന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ടെക്നിക്കലി 20-ഡേ SMA ആയ 24,700,
പിന്നെ 24,550 എന്ന ലെവലുകൾ ഒരു സ്ട്രോങ് സപ്പോർട്ടും കൂടാതെ 24,900, 25,000 എന്ന റേഞ്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തേക്കാമെന്നാണ് കോട്ടക് സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് അമോൽ അഥാവാലെ പറയുന്നത്. സൂചികയിൽ നല്ലൊരു അപ് ട്രെൻഡ് കാണുന്നുണ്ടെങ്കിലും 20-ഡേ SMA താഴെ ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ ഈ അപ് ട്രെൻഡ് വീക്ക് ആയേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 60 എന്ന ലെവലിലുള്ള RSI ഇൻഡിക്കേറ്ററിന്റെ അടിസ്ഥാനത്തിൽ നിഫ്റ്റിയിൽ നല്ലൊരു പോസിറ്റീവ് ഉണ്ടായേക്കാമെന്നാണ് SBI അനലിസ്റ്റുമാർ പറയുന്നത്. അതേസമയം MACDയിലെ ബുള്ളിഷ് ക്രോസ് ഓവറും ഈ മൂവ്മെന്റിന്റെ ചാൻസ് വർദ്ധിപ്പിക്കുന്നുവെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് 24,920, 24,960 റേഞ്ച് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും ഡൗൺ സൈഡിൽ 24,650, 24,600 എന്നീ ലെവലുകൾ സപ്പോർട്ടായും കൺസിഡർ ചെയ്യാനെന്നും അനലിസ്റ്റുമാർ പറയുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിക്ക് സമാനമായ കൺസോളിഡേഷനാണ് ഉണ്ടായത്. ഡെയിലി ബേസിസിൽ ഹയർ ഹൈ ഫോം ചെയ്തെങ്കിലും 0.10% നേരിയ ഇടിവോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീക്ക്ലി ബേസിസിൽ ഒരു ലോങ് ലോവർ ഷാഡോയുള്ള ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്ത് 0.82% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. എങ്കിലും ഒരു കൺസിഡറബിൾ അപ്പ് മൂവ് വരണമെങ്കിൽ ഡൗൺവാർഡ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയ 51,120 മറികടക്കണമെന്നും ഇവിടെ 50,700, 50,500 എന്ന റേഞ്ച് സപ്പോർട്ടായി പരിഗണിക്കാമെന്നാണ് മോത്തിലാൽ ഓസ്വാൾ അനലിസ്റ്റ് ചന്ദൻ തപ്പാരിയയും മറ്റ് ബ്രോക്കറേജുകളിലെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സൂചിക 51,250 ശേഷം 51,500 എന്ന ലെവലുകളിൽ ബൗൺസ് ചെയ്താക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ജെറോം പവലിന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണമായിരിക്കും തിങ്കളാഴ്ചത്തെ വിപണി. 25,000 എന്ന ലെവൽ വീണ്ടും മറികടന്ന് കുതിക്കാൻ വിപണിക്കാകുമോ എന്നതായിരിക്കും നിക്ഷേപകർ ഉറ്റുനോക്കുക. പ്രീ മാർക്കറ്റ് അനാലിസിസും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.